കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാനായി പി സോമരാജനെ തെരഞ്ഞെടുത്തു. LDF-ൽ നിന്ന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഡി വിദ്യയാണ് മത്സരിച്ചത്. പി സോമരാജന് 19 വോട്ടും വിദ്യയ്ക്ക് 12 വോട്ടും NDA-യിലെ രഞ്ജിത്തിന് 6 വോട്ടുമാണ് ലഭിച്ചത്. പി സോമരാജൻ കരുനാഗപ്പള്ളി നഗരസഭയുടെ പിതാവായി. വെള്ളിയാഴ്ച നടന്ന നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പി സോമരാജൻ വിജയിച്ചു. LDF സ്ഥാനാർത്ഥിയായി ഡി വിദ്യയും BJP സ്ഥാനാർത്ഥിയായി രഞ്ജിത്തുമാണ് മത്സരിച്ചത്. പി സോമരാജൻ 19 വോട്ടും LDF-ലെ പി വിദ്യ 12 വോട്ടും BJP-യിലെ രഞ്ജിത്ത് 6 വോട്ടും നേടി. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ UDF പ്രതിനിധി സോമരാജന്റെ പേര് മോഹൻദാസാണ് നിർദ്ദേശിച്ചത്. സിംലാൽ പിന്താങ്ങി. റിട്ടേണിംഗ് ഓഫീസർ ബിന്ദു, ARO ബിജു, സെക്രട്ടറി സന്ദീപ്, സെമി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പി സോമരാജനെ മറ്റ് അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും അഭിനന്ദിച്ചു. കരുനാഗപ്പള്ളി മുനിസിപ്പൽ കൗൺസിലിലെ മുനിസിപ്പൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട സോമരാജൻ പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുന്നു. ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാർത്ഥിയായി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തന്നിൽ ഏൽപ്പിച്ച വിശ്വാസം പൂർണ്ണമായി സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കിട്ടിയ ഊർജം നമ്മുടെ കരുനാഗപ്പള്ളി നഗരസഭയ്ക്ക് തിരിച്ചു നൽകുവാൻ, അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളി നഗരസഭയെ ഇന്നത്തെ നഗരസഭയിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് നഗരത്തെ നാട്ടുകാരെയും ഇന്നത്തെ രീതിയിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് പുരോഗതിയിലേക്ക് നയിക്കുവാൻ എനിക്ക് വോട്ട് ചെയ്ത, എന്നെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ വിശ്വാസം, ഈ കൂറ് സത്യസന്ധമായി യാതൊരു വിധ വിവേചന നിലപാടുകളുമില്ലാതെ നേർവഴിക്ക് തന്നെ സ്ട്രേറ്റ് ഫോർവേഡായി തന്നെ എന്നിൽ നിക്ഷിപ്തമായ കടമ ഞാൻ നിർവഹിക്കുമെന്നും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.